ഗൈസ്, ഇന്ന് സൺഡേ ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ എന്തോ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഹോസ്റ്റലിലുള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ട് നേരെ അമ്പലത്തിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ കുറേ ബലൂണും ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അമ്പലം. ഉത്സവമൊന്നും ഇപ്പോഴേ എത്തില്ല. അപ്പോഴാണ് ദൂരെ ഒരു ചെണ്ടകൊട്ടിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴേക്കും ഒരു സന്ധ്യയൊക്കെ ആയിരുന്നു. അമ്പലം നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അമ്പലം കാണാൻ. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഘോഷയാത്ര എത്തി. കുട്ടി കൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതാ ഈ ചേട്ടന്റെ കടയിൽ കപ്പലണ്ടി വാങ്ങിക്കാൻ വന്നു. പാവം ചേട്ടൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എക്സ്ട്രാ കുറച്ച് കപ്പലണ്ടി ഒക്കെ തന്നായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പലണ്ടി തീർന്ന വിഷമത്തിൽ പോയി ഓരോ ഐസ്ക്രീമും കൂടെ കുടിച്ചു. എന്നിട്ട് നമ്മൾ അവിടുത്തെ ബലൂണൊക്കെ വാങ്ങി നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. ഉത്സവപ്പറമ്പിൽ ഇതുപോലത്തെ കടകളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് നൊസ്റ്റൊക്കെ അടിക്കും കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ അസുഖം? അവിടുത്തെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അവസാനം നമ്മൾ ഈ ബബിൾ എടുത്തു. അതൊക്കെ ഊതി പൊട്ടിച്ച് അവിടെ നിന്നു. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്, ഉത്സവം വരാൻ ഇനിയും ലേറ്റ് ആവുമെന്ന്. പക്ഷെ പ്രശ്നം അതല്ല, ഇനി ഇവിടെ നിന്നാൽ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റ മൈൻഡിൽ കട്ടപ്പയിൽ പോയി 2 പൊറോട്ട അങ്ങ് കഴിച്ചു. അതും കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഉത്സവം ഇവിടെ എത്തിയായിരുന്നു. അമ്പലത്തിൽ നിന്ന് ലഡു ഉണ്ണിയപ്പം കിട്ടുമെന്ന് കേട്ടപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി അതും കഴിച്ച് ഉറിയടിയും കണ്ടിട്ട് നേരെ ഹോസ്റ്റലിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.